ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ് സർവീസ് മെന്നും അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നിൻ്റെ വിധവകൾക്കുമൊക്കെ പ്രോപ്പർട്ടി ടാക്സിൽ എക്സംഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടി കെ-സ്മാർട്ടിൽ എങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കെ-സ്മാർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളൊക്കെ കെ-സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി സന്ദർശിക്കേണ്ട കെ-സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ കാണുന്ന സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സിറ്റിസൺ ലോഗിൻ വഴി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. അങ്ങനെ ലോഗിൻ ചെയ്താൽ ആദ്യം നമുക്കിവിടെ കാണിക്കുന്നത് നേരത്തെ കൊടുത്ത ആപ്ലിക്കേഷനാണ്, മൈ ആപ്ലിക്കേഷനാണ്. പുതിയൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനായിട്ട് മുകളിൽ ന്യൂ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകളിൽ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി ടാക്സാണ് എടുക്കേണ്ടുന്നത്, എക്സ് സർവീസ് ടാക്സ് എക്സംഷന് വേണ്ടി. അതിനുശേഷം ബിൽഡിംഗ് സർവീസസ് എന്ന് കാണാം. അവിടെ ആ ബിൽഡിംഗ് സർവീസസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സംഷൻ എന്ന് വരും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ എക്സ് സർവീസ് പേഴ്സൺ, ഏരിയ ടൈപ്പ്, ബിൽഡിംഗ് ഫങ്ഷണാലിറ്റി ടൈപ്പ്, അങ്ങനെ 2-3 വിഭാഗങ്ങൾ കാണാം. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ് സർവീസ് പേഴ്സൺ ആണ്. ഏരിയ ടൈപ്പ് സ്ക്വയർ ഫീറ്റ്, 60 സ്ക്വയർ ഫീറ്റിലൊക്കെ താഴെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലുള്ള കാര്യങ്ങളാണ് ബിൽഡിംഗ് ഫങ്ഷണാലിറ്റിയൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് എക്സ് സർവീസ് പേഴ്സൺ ആണ്. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിവിടെ ഈ ഒരു ബിൽഡിംഗ് ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് കാണാം. ബിൽഡിംഗ് ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ ബിൽഡിങ്ങിൻ്റെ ഉടമയുടെ ആധാറും ഒക്കെ വെച്ച് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതിൻ്റെ വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം. നിങ്ങളങ്ങനെ അത് നോക്കി ലിങ്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യുവാൻ. ഇനി നമുക്ക് ലിങ്ക് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് ലഭ്യമാകുക എന്നുകൂടി നോക്കാം. ഇവിടെ നമ്മൾ എക്സ് സർവീസ് പേഴ്സണിൽ പ്രസ് ചെയ്താൽ ലിങ്ക് ചെയ്ത ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു പേജായിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മളുടെ ടാക്സ് എക്സംഷന് വേണ്ടുന്ന ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അവിടെ കാണുന്ന അപ്ലൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ ബിൽഡിങ്ങിൻ്റെ കുറേ കൂടി ഡീറ്റെയിൽസ് താഴോട്ട് കാണിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഒന്നും ചെയ്യുവാനില്ല. നമ്മൾ നേരെ അതിൻ്റെ താഴെ വന്നിട്ട് അവിടെ പ്രൊസീഡ് എന്ന് കാണാം. ആ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. സക്സസ് എന്ന് മുകളിൽ കാണിക്കുകയും ചെയ്യും. ശേഷം വരുന്ന പേജിൽ ടാക്സ് എക്സംഷൻ സബ് ടൈപ്പ് ഉണ്ട്. ഇവിടെ 2-3 കാറ്റഗറി ഉണ്ട്. അതിലേതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. റെസിഡൻസ് ഓൺഡ് ബൈ ദ വൈഫ് ഓഫ് എക്സ് സർവീസ്മാൻ, എക്സ് സർവീസ്മാൻ്റെ വൈഫാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. അതല്ല വിഡോ ഓഫ് എക്സ് സർവീസ്മാൻ, വിധവ, എക്സ് സർവീസ്മാൻ്റെ വിധവയാണെങ്കിൽ അവരുടെ അത് തിരഞ്ഞെടുക്കാം. അതുപോലെ എക്സ് സർവീസ്മാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലത്തത് തിരഞ്ഞെടുക്കണം. അടുത്തത് എക്സ് സർവീസ് സബ് കാറ്റഗറിയാണ്. ആർമി, നേവി, എയർഫോഴ്സ്, BSF, ITBT, CRPF അങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ ലിസ്റ്റ്. ഇതിലേതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്നത് എക്സെപ്ഷൻ ഇയർ പീരീഡ് ആണ്. ഇതിൽ നമുക്ക് സാധാരണ പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് ടാക്സ് 2 ഘട്ടങ്ങളിലായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. സാധാരണ ഇത് രണ്ടും കൂടി ഒരുമിച്ച് മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ സാധാരണ കോമൺ സിറ്റിസൺ ഇത് ഒരുമിച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ സമയമാണ്, അതുകൊണ്ട് ഫസ്റ്റ് ഹാഫാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴും ഇതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന അപ്ഡേറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ നമുക്ക് JPG, PDF ഫോർമാറ്റിലുള്ളതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് അഫിഡവിറ്റ് ആണ്, സത്യവാങ്മൂലമാണ്. അപേക്ഷകൻ എഴുതി തയ്യാറാക്കുന്ന ഒരു സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. വൈറ്റ് പേപ്പറിൽ വീട്ടുപേരൊക്കെ കൊടുത്ത് ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകനായ ഇന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് സമർപ്പിക്കുന്ന സത്യവാങ്മൂലം എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ ഇന്ന സർവീസിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന സർവീസിൽ ജോലി ചെയ്യുന്ന ആളുടെ വിധവയാണ്, അതുകൊണ്ട് എനിക്ക് പ്രോപ്പർട്ടി ടാക്സിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് യുക്തമായ രീതിയിൽ എഴുതി തയ്യാറാക്കി അവസാനം മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ പ്രസ്തുത ആനുകൂല്യം റദ്ദ് ചെയ്യുന്നതിനും തന്മൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും
ഞാനും എൻ്റെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളും ഉത്തരവാദിയാകുന്നതാണെന്ന് ഇതിനാൽ സമ്മതിച്ചു കൊള്ളുന്നു. താഴെ സൈനൊക്കെ കൊടുത്ത് ഇങ്ങനൊരു സത്യവാങ്മൂലം തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു എളുപ്പമാർഗ്ഗമുള്ളത് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ ഒരു സത്യവാങ്മൂലം നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി. അത് പിന്നീട് നമുക്ക് നോക്കാം. സത്യവാങ്മൂലത്തിന് മുകളിലൊരു നമ്പർ കൊടുക്കണം. എന്നിട്ട് ആ നമ്പർ അവിടെ കൊടുത്തതിന് ശേഷം ഡേറ്റും കൊടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. പിന്നീട് കൊടുക്കാനുള്ളത് പെൻഷൻ ഡിസ്ചാർജ് ബുക്ക് അല്ലെങ്കിൽ PPO പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, രണ്ടിലൊന്ന് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെയും ഡേറ്റ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ലൈഫ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അങ്ങനെ അപേക്ഷിച്ച് കിട്ടുന്ന ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻറ്റും ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെയെല്ലാം ഡേറ്റും ഡോക്യുമെൻ്റ് നമ്പരും കൊടുത്തിട്ട് വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഡോക്യുമെൻ്റ് നമ്പരും പിന്നീട് ഡേറ്റും കൊടുത്തിട്ട് വേണം ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകത്തില്ല. ആദ്യം നമ്പർ കൊടുക്കണം, അതിനുശേഷം ഡേറ്റ് കൊടുത്തതിന് ശേഷം ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ഡോക്യുമെൻ്റ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് മുകളിൽ എഴുതി കാണിക്കുകയും ചെയ്യും. ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവയെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്നൊരു പ്രിവ്യൂ ആണ്. ഇവിടെയും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്നത് ഒരു ഡിക്ലറേഷനാണ്. ഇവിടെ I അഗ്രിയിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ജനറേറ്റ് PDF-ൽ പ്രസ് ചെയ്താൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അഫിഡവിറ്റ് ഇവിടെ റെഡിയായി കിട്ടും. ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യാം. ഇത് പ്രിൻ്റ് എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു അഫിഡവിറ്റ് സേവ് ചെയ്ത ശേഷം ബാക്ക് പോയി അപ്ലോഡിംഗ് പേജിലെത്തി നേരത്തെ അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് അവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് വന്ന് നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ ഈ അഫിഡവിറ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. പ്രൊസീഡ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. തുടർന്ന് നമുക്ക് അപേക്ഷകൻ്റെ പേരും കൊടുത്ത മൊബൈൽ നമ്പറും കാണിക്കുന്നതാണ്. അവിടെ ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. അങ്ങനെ OTP വെരിഫൈ ചെയ്ത ശേഷം താഴോട്ട് വന്ന് നമുക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്നൊരു അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതും ഇവിടെ നിന്നും നമുക്ക് പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. അതിനുശേഷം നമ്മൾ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലായി മൈ ആപ്ലിക്കേഷൻ എന്ന ടാബുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത ലിങ്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് അപ്രൂവലായതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. കേസ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, പ്രധാനപ്പെട്ട ഒട്ടുമിക്ക വീഡിയോകളും ഇതിനോടകം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവയൊക്കെ കേസ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യവുമാണ്. തുടർന്നും കുറച്ച് വീഡിയോകൾ കൂടി പോസ്റ്റ് ചെയ്യാനുണ്ട്. വരും ദിവസങ്ങളിൽ ആ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.